ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു റൈഡിന് പോവുകയാണ്. നമ്മളിന്ന് പോകുന്ന സ്ഥലം ഒരു മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾ കാണാനാണ്. നമുക്ക് പെട്രോൾ ഒന്ന് ഫില്ല് ചെയ്യണം. പെട്രോൾ ഫില്ല് ചെയ്തിട്ടിപ്പോൾ, കാരണം യെല്ലോ ലൈറ്റ് വാർണിംഗ് തന്നു തുടങ്ങിയിട്ടുണ്ട്. ಮಾಡಿ 1500 ಹಾಕಿ. ಆಗುತ್ತೆ. ಅಲ್ಲಿ ನೋಡಿ, പെട്രോൾ അടി കഴിഞ്ഞുണ്ട് കേട്ടോ. ഗോണ അപ്പം എൻ്റെ കൂടെ ഞാനും പിന്നെ നമ്മളൊരു ഹിമാലയൻ നമ്മളൊരു ബഡ്ഡിയുള്ളത്. നമ്മളിന്ന് പോകുന്ന ആ ഒരു ഞാൻ പറഞ്ഞില്ലേ വാട്ടർഫോൾസ്, അത് ശിവനസമുദ്ര എന്ന് പറയുന്ന ചാമരാജനഗർ, കർണാടകയിലെ ചാമരാജനഗറിലുള്ള ഒരു ഭയങ്കര അടിപൊളി കീട്ടിലുള്ളൊരു വാട്ടർഫോളാണ്. പക്ഷേ ആരും അത്ര അങ്ങ് അറിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂരുള്ളവർക്കൊന്നും വലിയൊരു ധാരണ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ 2 പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട്, 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് ഞാനവിടെ പോയിട്ടുണ്ട്. പണ്ട് ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ ഒരു ആഹാറാർത്തിയിട്ടുള്ള സമയത്ത് പോയിട്ടുണ്ട്, അതുപോലെ ഈസ്ട്രോമുള്ള സമയത്ത് പോയിട്ടുണ്ട്. പിന്നെ ഫാമിലിയും കൂട്ടിയിട്ട് ഒരു പ്രാവശ്യം അങ്ങോട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അവിടെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ സംഭവങ്ങളൊന്നും കാണത്തില്ല. ചെറിയ ഈ പെട്ടിപ്പീടികളൊക്കെ ഉള്ളൂ. അപ്പം ഫാമിലിയായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കരുതിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ 2 വാട്ടർഫോൾസ് ഉള്ളത്, ഒന്ന് ഗഗനചുക്കി പിന്നെ ബാരചുക്കി എന്നും പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. പോകുന്ന റൂട്ടും അത്യാവശ്യം നല്ല അടിപൊളി കിടിലനൊരു വൈബുള്ളൊരു റൂട്ടാണ്. നമുക്ക് നൈസ് റോഡ് എടുത്തിട്ട് വേണം കനകപ്പുര റോഡിലോട്ട് എക്സിറ്റ് എടുക്കാൻ. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല റഷ് ആവാൻ സാധ്യതയുണ്ട്. നമ്മളിന്ന് പോകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് സെക്കൻഡ് സാറ്റർഡേ ആണ്. ഓൾറെഡി 2 ടോക്കൺ എടുത്തു. യു കീപ് ഇറ്റ് പോം. റോഡ് നല്ല രീതിയിൽ റഷാണ്. ഇത് മറ്റേ ആ വിൻമില്ലിൻ്റെ ലീഫല്ലേ? അപ്പോൾ നമ്മളീ പോകുന്ന വാട്ടർഫോൾസ് ഇല്ലേ, അങ്ങോട്ട് ബാംഗ്ലൂരിന് അറൗണ്ട് ഒരു 125 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ അറൗണ്ട് ഒരു 3 മണിക്കൂർ റൈഡും ഉണ്ട്. ആ റോഡ്
എനിക്ക് വളരെ പരിചയമുള്ള റോഡാണ്. കാരണം നമ്മളിപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ആ റൂട്ടിലാണ് പിടിക്കാറ്. പക്ഷെ അവിടുന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു സ്ഥലത്തിയപ്പോൾ നമുക്ക് ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല 2 കിടലൻ വാട്ടർഫോൾസ് കാണാമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. നമ്മൾ അതിലൂടെ ആണല്ലോ പോകുന്നത്. അടിപൊളി. 2 ബസ്സും അപ്പുറത്തും ഇപ്പുറത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നു. ഇതൊക്കെ ആരോട് പറയാനാ? അപ്പോൾ നമുക്കിതാ കനകപ്പൂർ എക്സിറ്റ് എടുക്കണം. എൻ്റെ ടിക്കറ്റ് അവൻ്റെ കയ്യിലാണ്, അതാ ഞാൻ ഫ്രണ്ടിലോട്ട് വിട്ട്. ബ്രേക്ക് പോരാ. നമ്മളൊരു 200-ൻ്റെ മുകളിൽ പോയിട്ട് ബ്രേക്ക് പിടിക്കാൻ നിന്നാൽ വിചാരിച്ച ആ ഒരു ഇതിൽ നിൽക്കുന്നില്ല. ഇത് സൂപ്പർ സ്പോട്ടല്ല, അത് ഓർമ്മ വേണം. സൂപ്പർ സ്പോട്ട് ബൈക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം തൂക്കണം. ഒന്ന് രണ്ട് ആലോചനകളുണ്ട്, പക്ഷെ ഇപ്പം എന്തായാലും നടക്കത്തില്ല. ഇപ്പം മൊത്തത്തിൽ കീറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ ഒരു സൂപ്പർ സ്പോട്ട് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിപ്പം ഏതെടുക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും വലിയ ധാരണ ഒന്നുമില്ല. എനിക്ക് V4 പനികാല V4 എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഫ്രഷല്ല കേട്ടോ, യൂസർ. ഫ്രഷൊന്നും ഇപ്പം എടുക്കാനൊന്നും എൻ്റെ ഇപ്പോഴത്തെ ഒരു കീറിയ അവസ്ഥയിൽ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. സാധിക്കും, ഒരു 5-6 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യണമെങ്കിൽ സാധിക്കുമായിരിക്കും. പക്ഷേ ഈ 5-6 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ അറൗണ്ട് 40 5-6 കൊല്ലം എന്ന് പറയുമ്പോൾ 40-46 വയസ്സാവും. അന്നേരമൊക്കെ സൂപ്പർ സ്പോട്ട് ഓടിക്കാനുള്ള വക ഉണ്ടാവുമോ എന്നറിയില്ല. ഐ മീൻ ആരോഗ്യം. അപ്പം എന്തായാലും ഒരെണ്ണം നോക്കുന്നുണ്ട്. അതിന് V4 ആണോ ചിലപ്പോൾ V2 ആവോ, ഇനി അതല്ല യമഹ മറ്റേ R9 ഇറക്കിയ R9 തൂക്കണം എന്നൊരാഗ്രഹമുണ്ട്. R9 പക്ഷേ എടുക്കുക ഫ്രഷ് ആവും, ഇറക്കുക നമ്മുടെ യമഹ കൊണ്ടുവരികയാണെങ്കിൽ എടുക്കുക. അതല്ലെങ്കിൽ
V4 അല്ലെങ്കിൽ V2, മാക്സിമം V4 ട്രൈ ചെയ്യും. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു V2 എടുക്കും. എന്നിട്ട് പതുക്കെ ട്രാക്കിലൊക്കെ ഒന്ന് മാറണം എന്നൊരു ആഗ്രഹമുണ്ട്. നോക്കാം നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. നല്ല റെസ്റ്റോറൻറ്റ്, ഫുഡ് കഴിക്കണമല്ലോ. സമയം 7 മണി ആയിട്ടുണ്ട്. അല്ല വേണ്ട, കുറച്ചുകൂടെ അങ്ങ് പോയിട്ട് കഴിക്കാം. വേറൊരു എൻ്റെ ഒരു തോട്ട് പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ, പനികാലയുടെ തന്നെ 2014 ആ ഒരു സീസണിൽ ഇറങ്ങിയൊരു വണ്ടി ഉണ്ടല്ലോ, 899 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി. അതിപ്പോൾ എടുക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അതാകുമ്പോൾ ചെറിയ ചുളിവിൽ സാധനം കിട്ടും. പക്ഷേ ഡുക്കാട്ടിയാണ്, പാർട്സുകൾ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിച്ച പൈസയിലും കൂടുതൽ നമ്മൾ ചിലപ്പോൾ പാർട്സ് വാങ്ങിക്കാൻ ചിലവാക്കേണ്ടി വരും. പക്ഷേ അതല്ലെങ്കിൽ പിന്നെ 959 പക്ഷേ എനിക്ക് 959 കുറച്ചുകൂടെ എനിക്കൊരു ലുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ആ ഡബിൾ ബാരൽ എക്സോസ് എനിക്ക് ഇഷ്ടമല്ല 959. 899 വരുന്ന അണ്ടർബില്ലി, അതുപോലെ തന്നെ നമ്മുടെ V2 വരുന്ന പഴയ V2 ഉണ്ടാ, ഇപ്പോൾ ഉള്ള V2 അല്ല. ഇപ്പോഴത്തെ V2 എന്താ പറയുക, അവർ അതിപ്പോഴും വീണ്ടും 890 ആക്കി അവർ വീണ്ടും ഇറക്കിയിട്ടുണ്ട്. 890cc അതിലെത്ര 120 bhp എന്തോ ആക്കിയിട്ടുണ്ട്. മറ്റേത് പഴയ V2 155 എന്തോ ഉണ്ടായിരുന്നു. എന്തോ അത് മറ്റേ എന്തോ ഒരു എമിഷൻ റെഗുലേഷൻ്റെ ഒക്കെ എന്തോ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട്. അവർ പവർ കട്ട് ചെയ്തിട്ട് ഇറക്കിയത്. ഏതായാലും ഞാൻ V2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ V2 എടുക്കത്തുള്ളൂ. നമുക്ക് പവർ അത്യാവശ്യം വേണം. സോ നോക്കാം എന്താവും എന്നുള്ള അറിയില്ല. എനിക്കിങ്ങനെ മുട്ടി നിൽക്കുകയാണ്. പക്ഷെ കയ്യിലിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ 5 പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു വണ്ടി എടുക്കാത്തത് ഇപ്പോൾ. അല്ലെങ്കിൽ ഞാനൊക്കെ എന്നോ വണ്ടി എടുത്തിട്ടുണ്ടാവും. എടുക്കും, ഒരു 1-2 വർഷം കൂടെ എനിക്ക് സമയം വേണം. എന്തായാലും എടുക്കും, അത് ഷുവറാ, ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ട്രാക്കിലൊക്കെ ഒന്ന് പോകണം. നമ്മുടെ നോർമൽ റൈഡിന് ഈ ഒരു വണ്ടിയും കൊണ്ട്, ഐ മീൻ ഇങ്ങനത്തെ ഇതുപോലത്തെ റൈഡുകൾക്ക് മൾട്ടി സ്റ്റാർഡേയും ട്രാക്ക് പോകാൻ സൂപ്പർ സ്പോർട്ടും എടുക്കാനാണ് പ്ലാന്. ട്രാക്കിൽ ഒരിക്കലെങ്കിലും പോകണം. കാരണം എല്ലാവരും പറയുന്നുണ്ട്, പോയവരൊക്കെ അത് ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ അവിടെ വീണ്ടും വീണ്ടും നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇച്ചിരി എക്സ്പെൻസീവാണ്. പക്ഷെ നമ്മളൊരു സൂപ്പർ സ്പോർട്ടൊക്കെ വാങ്ങിക്കുക, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇവിടുത്തെ ഈ റോഡിലൊന്നും നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ട്രാക്കിൽ തന്നെ പോകണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫയർ ബ്ലേഡ് ഉള്ള സമയത്ത്. നമുക്ക് ഈ ഒരു ഡിസംബർ, ഇപ്പോൾ ഇത് നവംബറിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ഈ ഡിസംബറിൽ ട്രാക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 1-2 പേര് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ടിക്കറ്റ് പ്ലാനിങ് ആയിരുന്നു. ഇപ്പോൾ അവൻ്റെ കയ്യിലും വണ്ടിയില്ല, അവൻ്റെ കയ്യിലും മൾട്ടി സ്റ്റാർഡാണ്, എൻ്റെ കയ്യിലും മൾട്ടി സ്റ്റാർഡായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ അടുത്ത വർഷം നടക്കുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ആദ്യത്തെ ഒരു ഓപ്ഷൻ, ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് അതൊരു സൂപ്പർ സ്പോർട്ട് വണ്ടി എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ട്രാക്ക്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കഴിക്കണം, നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഫുഡ് കഴിച്ചാലോ?
അയ്യോ, നല്ല വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇവിടെ ചെറിയൊരു തട്ടുകട കാണുന്ന, കഴിച്ചേച്ച് പോകാം. നമ്മളിപ്പോൾ ഈ റോഡിൽ നിന്ന് എക്സിറ്റ് എടുക്കാൻ പോവാണ്. ഇവിടെ നിന്നൊരു ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് നമ്മളാ പറഞ്ഞ വാട്ടർഫാളിലോട്ട് പോകാനായിട്ട്. നമ്മൾ ഹിമാലയൻ ബോയിനെ കാണുന്നില്ലല്ലോ. ആ, വരുന്നുണ്ട്. യെസ്, ശിവന സമുദ്ര. അപ്പോൾ നമ്മൾ ചെറിയ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതിലൊക്കെ പോയിട്ട് കുറേ കാലമായി, അതുകൊണ്ട് വലിയ ഓർമ്മ ഒന്നുമില്ല. എന്തായാലും വഴി അറിയാം, പക്ഷേ റോഡിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നോ അതൊന്നും വലിയ ഐഡിയ ഇല്ല. അവിടെ നിന്ന് റോഡ് ക്ലോസ്ഡ് ആണല്ലോ. ആ റോഡിലൂടെ ആയിരുന്നു പണ്ട് പോയിരുന്നത്. എന്തോ അറിയില്ല, ഇനി ഇതിലെങ്ങനെയാണ് പോവാറെന്നുള്ളത് എനിക്ക് വല്ല ഐഡിയ ഇല്ല. നമുക്ക് പോയി നോക്കാം. ചെറിയ റോഡാട്ടോ, അതും കോൺക്രീറ്റ് ഇട്ടാണ്. ഏതോ കാലത്ത് പണി കഴിഞ്ഞ റോഡാന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഇതിലെങ്ങോട്ടാ പോവാ? സ്ട്രൈറ്റാ? പോയോക്കാം. എല്ലാവരും ഇതാ പോകുന്നു, ആരൊക്കെയോ വരുന്നുണ്ട്. ഇത് ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്, ചെറിയ ഡാം പോലെ എന്തോ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. അതിൻ്റെ ക്വാർട്ടേഴ്സും അതിൻ്റെ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എത്തിയോ? ഇവിടെ ഒന്ന് പാർക്കിംഗ് ഒക്കെ കാണുന്നു. ಏನಕ್ಕೆ ಅಲ್ಲಿ ಗಾಡಿ ಇದೆಯಲ್ಲ ಮಾಡಿ. ಅಲ್ಲಿ ಅಲೌಡ್ ಇಲ್ಲ ಅಂದ, ನೋಟ್ ಅಲೌಡ್. ഇയാളുടെ കാര്യം. പക്ഷെ ഞാൻ വന്നത് ഇവിടെ അല്ല കേട്ടോ. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ റോഡിലൂടെ ഞാൻ വന്നത്. അതാ കാണുന്ന അവിടെ ആ ഒരു സ്പോട്ടിലോട്ടാണ് ഞാൻ അന്ന് പോയിണ്ടായിരുന്നത്. സോ ഗയ്സ്, നമ്മൾ ഗഗനചുക്കി
വാട്ടർഫോൾസ് കേട്ടോ. ബൈക്കുകാർ ഇങ്ങോട്ട് അലോ ചെയ്തില്ല. ഇവിടെ അത്യാവശ്യം നല്ല പാർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ബൈക്കുകാരനല്ല, അവിടെ ഉള്ളൊരു കിളവൻ നമ്മളാണല്ലോ ബൈക്കുകാരനല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റോഡ് കേട്ടോ. നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റൊക്കെ സെറ്റപ്പാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഈ ഭാഗത്തോട്ടല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഗഗനചുക്കി ബാരചുക്കി എന്ന് പറഞ്ഞിട്ട് 2 ഫോൾസ് ഉണ്ട്. അതിലിത് ഗഗനചുക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ ബാരചുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇത്ര വലുതല്ല. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി വെള്ളത്തിൻ്റെയൊക്കെ. ഒന്നും പറയാനില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു സുഖമില്ലാത്ത പോലെ അല്ലേ. രക്ഷയില്ല കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും, പക്ഷെ ഇവിടെ എല്ലാം വേണ്ടില്ല, ക്ലോസ് ചെയ്ത് വെച്ചില്ല. അങ്ങനെ പോയാൽ നമുക്കിത് അവിടെ വരെ പോവാം. പക്ഷേ അവിടെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡാണ്. ഇതൊക്കെ ഇതൊരു എന്താ പറയുക, അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ്. ഇതുവരെ ആരും നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരു 1 ഡേ ടൂറിനൊക്കെ ഇപ്പോൾ മൈസൂരൊക്കെ ഒരു ട്രിപ്പ് അടിക്കുന്നവരുണ്ടെങ്കിൽ ആ മൈസൂരിനോ അല്ലെങ്കിൽ കൊണ്ടൽപ്പെട്ടിനൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് സ്ഥലമാണ് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പേരെന്താ ബ്രോ? ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചാമരാജനഗർ. ചാമരാജനഗർ റോഡിലുണ്ട് കയറി പോകുന്ന നല്ല കിടിലൻ സ്പോട്ടാണ്. കാരണം വൈബ് എന്താ ഭയങ്കര പൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കാടിൻ്റെ അകത്ത് നല്ലൊരു വാട്ടർഫോളും നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ഫുള്ള് പൊളിയായിരിക്കും ഇവിടെ. നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ ഈ ഒരു സ്പോട്ടിലല്ല, ഇതിൻ്റെ അപ്പുറത്ത് വന്നത് മറുപുറം. അവിടെ പക്ഷെ ഇത്ര വലുതായിട്ടുള്ളതല്ല, പക്ഷെ എന്നാലും അവിടെയും ഇതുപോലെ തന്നെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അയ്യോ, അവിടെ നിന്ന് അങ്ങോട്ട് കയറി വന്നോണ്ടാട്ടോ കിതയ്ക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, എൻ്റെ മോന്ത കണ്ടിട്ട് വെറുതെ തീർപ്പിക്കേണ്ട. ഇതാണ് സംഭവം. താഴെ പോയപ്പോൾ വലിയൊരു സുഖമില്ല, ഇവിടുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി എടുത്ത് കാണുന്നത്. കാണിച്ചു തരാം. ഇല്ലേ, സോ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷേ അവിടെ ഒരു കളവ് ഇരിപ്പുണ്ട്. പുള്ളി വണ്ടി ഇങ്ങോട്ട് വിടുന്നില്ല. എൻ്റെ വണ്ടി അവിടെയാണ് ഉള്ളത്. പുള്ളി അവിടെ മറ്റേ ചക്കയുടെ വിളങ്ങിമ ഈച്ചൊട്ട മാതിരി അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പറഞ്ഞു നോക്കി ഒന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങ് പോരാന്ന് പറഞ്ഞു, പക്ഷെ പുള്ളി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഗൈസ്, ഇത് നല്ലൊരു സ്പോട്ടാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. വരാത്തവരുണ്ടെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് കേരളത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച് വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നൊക്കെ
ആരെങ്കിലും ബാംഗ്ലൂർ പോകുന്നവരോ അല്ലെങ്കിൽ മൈസൂർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിപ്പോയാൽ നിങ്ങൾക്ക് പുറത്താണ്, നഷ്ടമല്ല. കാരണം നല്ല കിടിലൻ വാട്ടർഫോൾസാണിത്. ഇതിവിടെ 2 സ്പോട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ഇത് ഗഗനചുക്കി എന്ന് പറഞ്ഞ വാട്ടർഫോൾസാണ്. അവിടെ അതാ കാണുന്ന കുറച്ച് ചെറിയ ബിൽഡിങ്ങും ചെറിയൊരു പള്ളിയുടെ ടോമ്പൊക്കെ കാണുന്നില്ല. അവിടെ പോയാൽ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, തുടങ്ങാൻ പറ്റുമെന്നുള്ള അറിയില്ല. അതേപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് ബാരാചുക്കി എന്നും പറഞ്ഞിട്ടുള്ളൊരു വാട്ടർഫോൾസും കൂടെ ഉണ്ട്. അത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നത് എന്തായാലും മുതലായി. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.